JS സിദ്ധാർത്ഥന്റെ മരണത്തിലെ CBI അന്വേഷണം വൈകുന്നതിൽ ആഭ്യന്തര വകുപ്പിന് സംഭവിച്ചത് അടിമുടി പിഴവ്. അന്വേഷണം ആവശ്യപ്പെട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് അയക്കേണ്ട രേഖകൾ കൊച്ചി CBI ഓഫീസിലേക്കാണ് അയച്ചത്. ഇന്ന് നടത്തിയ പരിശോധനയിലാണ് പിഴവ് കണ്ടെത്തിയത്. തുടർന്ന് പ്രൊഫോമ ഉൾപ്പെടെയുള്ള രേഖകൾ വൈകിട്ടോടെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് അയച്ചു. ഷെഫീദ് റാവുത്തർ ചേരുന്ന വിശദാംശങ്ങളുമായി. ഷെഫീദ്, ഇന്നത്തെ ദിവസം കണ്ടത് ദ്രുതഗതിയിലുള്ള നടപടികളാണ്. വലിയ വിവാദവും വിമർശനവും സിദ്ധാർത്ഥന്റെ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഒക്കെ ഉയർന്നതോടെയാണ് സർക്കാരിന്റെയും ആഭ്യന്തര വകുപ്പിന്റെയും ഭാഗത്തു നിന്ന് ചടുലമായ നീക്കങ്ങൾ ഉണ്ടായത്. അപ്പോഴും പുറത്തു വരുന്നത് ഗുരുതരമായ പിഴവിന്റെ വാർത്തകളാണല്ലോ. ഗൂഗിള് ഇന്ന് ഈ JS സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള CBI അന്വേഷണത്തിലെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ പിഴവ് ഈ വിവാദമായിരുന്നു. പ്രത്യേകിച്ച് JS സിദ്ധാർത്ഥന്റെ കുടുംബവും അതേപോലെ തന്നെ പ്രതിപക്ഷവും അടക്കം അത് രാഷ്ട്രീയ വിവാദമാക്കി തെരഞ്ഞെടുപ്പ് സമയത്ത് ഉയർത്തുകയും ചെയ്തു. പിന്നാലെയാണ് ഈ ആഭ്യന്തര വകുപ്പ് പിഴവ് സംബന്ധിച്ച് വിശദമായ ഒരു പരിശോധന നടത്തിയത്. ആ പരിശോധനയിൽ കഴിഞ്ഞ 9-ാം തീയതി CBIക്ക് അന്വേഷണം കൈമാറിയുള്ള വിജ്ഞാപനം ഇറക്കിയെങ്കിലും ആ വിജ്ഞാപനത്തിനൊപ്പമുള്ള പ്രൊഫോമ, അതായത് സ്ഥിതി വിവര റിപ്പോർട്ട് കൈമാറിയില്ല എന്നുള്ള വിവരം ഇന്ന് പുറത്തു വന്നു. അത് വലിയ വീഴ്ചയായി സർക്കാർ ഒരു തലവേദനയായി മാറുകയും ചെയ്തു. ശേഷം ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഈ പ്രൊഫോമ ഉൾപ്പെടെയുള്ള രേഖകൾ ഉൾപ്പെടുത്തി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും CBIക്കും റിപ്പോർട്ട് ഇമെയിലായി റിപ്പോർട്ട് സമർപ്പിച്ചെങ്കിലും അല്ലെങ്കിൽ അത് അതിന് മുൻപിലേക്ക് വെച്ചെങ്കിൽ കൂടി ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്ന് അല്പസമയം മുൻപ് പുറത്തു വന്നു. അത് ആദ്യഘട്ടത്തിൽ വിജ്ഞാപനം മാത്രം അയച്ചതിലും പിഴവുണ്ടായി എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് അയക്കേണ്ട രേഖകൾ അയച്ചത് കൊച്ചിയിലെ CBI ഓഫീസിലേക്കാണ്. ഇന്ന് നടത്തിയ പരിശോധനയിൽ അത് കണ്ടെത്തുകയും തുടർന്ന് വൈകുന്നേരത്തോടു കൂടി പ്രൊഫോമ അയച്ചപ്പോൾ അതിന്റെ കൂടെ വിജ്ഞാപനം അടക്കമുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും CBI ഡയറക്ടർക്കും ഈ രേഖകളടക്കം നൽകുകയായിരുന്നു. ഒരു DYSP റാങ്കുള്ള ഉദ്യോഗസ്ഥൻ നേരിട്ടെത്തി ഈ രേഖകൾ സമർപ്പിക്കുക കൂടി ചെയ്യുമെന്ന് ഇപ്പോൾ സംസ്ഥാന സർക്കാർ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി വിശദമായ പരിശോധന നടത്തി. ആ പരിശോധനയ്ക്ക് പിന്നാലെയാണ് ആഭ്യന്തര വകുപ്പിലെ M സെക്ഷനിലുള്ള 3 ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തത്. ഈ നടപടി അടക്കമുള്ള കാര്യങ്ങൾ എടുത്തതിന് പിന്നാലെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു പിഴവ് കൂടി ആദ്യം ഈ വിജ്ഞാപനം അയച്ചപ്പോൾ സംഭവിച്ചു എന്നുള്ള കാര്യം പുറത്തു വരുന്നത്. വിശദമായ ഒരു അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും എന്നുള്ളതാണ് സർക്കാർ വൃത്തങ്ങളിൽ നിന്ന് അറിയാൻ കഴിയുന്ന വിവരം. ഗൂഗിൾ. ശരി ഷഫീദ്, ഏതായാലും സിദ്ധാർത്ഥന്റെ മരണം CBIയെ കൊണ്ട് അന്വേഷിപ്പിക്കുന്നതിനുള്ള തീരുമാനമെടുത്തെങ്കിലും വിജ്ഞാപനം പുറപ്പെടുവിച്ചെങ്കിലും തുടർ നടപടികളിൽ ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്ന് വന്നത് ഗുരുതരമായ വീഴ്ച എന്നത് വിവരങ്ങളാണ് പുറത്തുവരുന്നത്.